അവരുടെ ഒരു സംവിധാനങ്ങൾക്കും ഒരു ടെക്നോളജിക്കും അതിനെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തെ തടുത്തു നിർത്താൻ എന്റെ കയ്യിലേത് പ്രൂഫാണ് ഉള്ളത് സഹോദരാ? വെടിയേറ്റാൽ കൊള്ളാൻ കഴിയാത്ത ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സുകൾ കണ്ടുപിടിച്ച ലോകത്തോട് ചോദിക്കുകയാ, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സംവിധാനം എന്റെയോ നിങ്ങളുടെയോ കൈകളിലുണ്ടോ സഹോദരങ്ങളെ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരേ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. എന്താണ് ആ സംവിധാനം എന്നറിയുമോ? പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാ. പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാ. ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ പാപിയാ തമ്പുരാനെ, ഞാൻ മോശക്കാരനാ തമ്പുരാനെ, ഞാൻ തെറ്റുകാരനാ തമ്പുരാനെ, ഒരു നന്മയും എന്റെ ജീവിതത്തിൽ ഇല്ല അല്ലാഹ്. വാചക കസറത്തുകളല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല റബ്ബേ എന്ന് ഖൽബിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി, എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വഅഫിനാ ഖബ്ല ദാലിക്. പടച്ചവനെ, പടച്ചവനെ തമ്പുരാനെ, ചെയ്തുപോയ അപരാധങ്ങളുടെ മേൽ നിന്റെ നാരകീയമായ ശിക്ഷയിൽ എന്നെ നീ വിധേയപ്പെടുത്തല്ലേ അല്ലാഹ്, എന്നെ വിധേയപ്പെടുത്തല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുകയും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീഴുകയും ചെയ്താൽ ആ കണ്ണുനീർ തുള്ളികൾക്ക് മാത്രമേ ആ മനുഷ്യനെ അല്ലാഹുവിന്റെ മലക്കുകൾ കത്തിക്കുന്ന നരകമില്ലയോ? സബാനിയാക്കളായ മലക്കുകളോട് അല്ലാഹു പറയും, ഖുദൂ ഖുഫഉല്ലോ തമ്മൽ ജഹീമ സല്ലൂ. പിടിക്കുവീൻ, പിടിക്കുവീൻ മലക്കുകളെ, കത്തിക്കാളുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് അവരെ വലിച്ചെറിയുവീൻ മലക്കുകളെ, അവരെ പിടിക്കുവീൻ, കത്തിക്കാളുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് അവരെ വലിച്ചെറിയുവീൻ മലക്കുകളെ എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ദയയില്ലാത്ത മലക്കുകളില്ലയോ? കാരുണ്യമറിയാത്ത മലക്കുകളില്ലയോ? ആ മലക്കുകളുടെ കൽബിൽ അല്ലാഹു റഹ്മത്ത് ഇട്ട് കൊടുത്തിട്ടില്ല, അല്ലാഹു കാരുണ്യം ഇട്ട് കൊടുത്തിട്ടില്ല. അല്ലാഹു ആ മലക്കുകളുടെ കൽബിലേക്ക് ഒരു കരുണാസികൾ പറയും, ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ നീ നിർജീവാവസ്ഥയിലാക്കി, പടച്ചവനെ ഞങ്ങൾക്ക് നീ ജീവൻ നൽകി, തമ്പുരാനെ ഞങ്ങളിതാ നിന്നോട് എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചിരിക്കുകയാണ്. നരകവാസികൾ നരകത്തിൽ കിടന്ന് നിലവിളിച്ചു പറയും, പടച്ചോനെ ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ജീവൻ തന്ന്, ജീവിതം തന്ന്, ഞങ്ങൾക്കെല്ലാം നീ തന്ന്, എന്നിട്ട് ഞങ്ങൾ നന്ദി കെട്ടവരായി ഒരുപാട് തെറ്റുകൾ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്തു. അല്ലാഹ്, ഞങ്ങൾ അതൊക്കെ സമ്മതിക്കുകയാണ് റബ്ബേ. ഈ നരകത്തിൽ നിന്ന് പുറത്തു പോകാൻ വല്ല മാർഗങ്ങളുമുണ്ടോ പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് അവർ യാചിക്കുമ്പോൾ അല്ലാഹു പറയും അവരോട്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇന്ന് ഇവിടെ ആർക്കാണ് അധികാരമെന്നറിയുമോ? ലിമനിൽ മുൽക്ക്. ഇന്നേ ദിവസം ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? എനിക്കാണ് അധികാരം. ഇന്നലെ ഇവിടെ ആർക്കൊക്കെ മന്ത്രിമാർക്ക് എന്തൊരു അധികാരമാണ്? എംഎൽഎമാർക്ക് അധികാരമാണ്, ഡിജിപിക്ക് അധികാരമാണ്, മുതലാളിമാർക്ക് അധികാരമാണ്. പക്ഷേ ആഖിറത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നേ ദിവസം ആർക്കും അധികാരമില്ല. മാലിക് യൗമിദ്ദീൻ. നമ്മൾ 5 നേരവും സുബ്ഹാനല്ലാഹ് എത്ര വട്ടമാണ് സഹോദരങ്ങളെ ഓതുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. വിചാരണയുടെ ദിവസം, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ, അങ്ങനെ ഒരു ദിവസമുണ്ട്.
നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീക്ഷണങ്ങൾ നടക്കുന്നത് വാന നിരീക്ഷണങ്ങളാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം ഈ അടുത്ത സമയത്തല്ലേ മംഗൾയാൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ വിക്ഷേപിച്ചത്? മാർസ് ഓർബിറ്റൽ മിഷൻ എന്ന പേരുള്ള മംഗൾയാൻ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-25 എന്ന് പറയുന്ന റോക്കറ്റിന്റെ സഹായത്തോടെ ഭൂമിയിൽ നിന്ന് 22 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ലക്ഷ്യമാക്കി മംഗൾയാൻ പോയി. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാരും ഏറ്റവും കൂടുതൽ ഗവേഷണ മേഖലയിലേക്ക് തിരിഞ്ഞത് ആകാശ നിരീക്ഷണങ്ങളിലേക്കാണ്. കാരണം അതൊരു മഹാപ്രപഞ്ചമാണ്, അതൊരു ലോകമാണ്. എന്നാൽ അതേ സ്റ്റീഫൻ ഹോക്കിംഗ് അയാളും ഒരു വലിയ വാന നിരീക്ഷകനാണ്. ഇന്ന് സൂര്യൻ അത് കത്തി കത്തി താഴെ വീഴുന്ന ഒരു സുദിനം വരാനുണ്ട് ലോകത്ത്. അതെന്നും ഇങ്ങനെ പ്രകാശിച്ച് കിഴക്കൻ ചക്രവാള സീമയിൽ ഉദിക്കുകയും പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ അസ്തമിക്കുകയും ചെയ്യുമെന്ന്. എന്നും ആ അസ്തമാനവും ആ ഭ്രമണ പദങ്ങളും യഥാവിധി കണ്ടിന്യൂസ് ആയി യഥാവിധി ആ വഴിയിൽ മാത്രമല്ല, അതിനൊരു പര്യവസാനമുണ്ടെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അന്നേ ദിവസത്തെ അധികാരമാർക്കാണ്? എനിക്കോ നിങ്ങൾക്കോ അല്ല. ലിമനിൽ മുൽക്ക്, ആർക്കാ ഇന്നേ ദിവസം അധികാരമുള്ളതാർക്കാ? യൗമ യദൂ ആദമും അംബിയാ നഫ്സി 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 നഫ്സിയാ. അബൂലാബുൽ ബസർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ മുഴുവനും ആ പരലോകത്തെ ഭീകരമായ ഭീതിതമായ അവസ്ഥയിൽ നെട്ടോട്ടമോടുകയാണ്. യാ നഫ്സി യാ നഫ്സി യാ നഫ്സി, എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് നിലവിളിച്ചുകൊണ്ട് മഹാത്മാരായ അമ്പിയാക്കളെ മുഴുവനും നെട്ടോട്ടമോടുന്ന സമയത്ത് യൗമ യദൂ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്നൊരേ ഒരു മനുഷ്യൻ മാത്രമാണ് മാടി വിളിക്കുക. അതാരാ സഹോദരങ്ങളെ? എന്റെയും നിങ്ങളുടെയും നേതാവായ ധേതാവായ ഖൽബിന്റെ അകത്തളത്തിലെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്തു വേണം? ഞാൻ അവിടുന്ന് കാണിച്ചു തന്ന മാർഗത്തിലായി ജീവിക്കണം. അവിടുന്ന് കാണിച്ചു തന്ന മാർഗത്തിലായി ഞാൻ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. ആ നിലയിൽ നമ്മളെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ സഹോദരങ്ങളെ. അത് വലിയ തൗഫീഖാണ്. നമ്മുടെ ഖൽബുകളിലേക്ക് എപ്പോഴെങ്കിലും നരകത്തെ പറ്റി ഒരു ചിന്ത വേണം. നല്ലതാണ്. നമ്മുടെ ഖൽബുകളിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നരകത്തിലെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ അവന്റെ പല്ല്, അവന്റെ സൂചിപ്പല്ലിന് പോലും ഉഹദ് മലയോളം വലിപ്പമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നമുക്ക് എത്ര വലിപ്പം ഉണ്ടാവും വെച്ചിട്ടാ നരകത്തില്? ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും, ഓ ഇതിപ്പോ എങ്ങനെ സൂചിപ്പല്ലിന് തന്നെ ഉഹദ് മലയോളം വലിപ്പം ഉണ്ടാവുമെന്ന. അത് വിശ്വസിക്കാത്ത പാടുള്ള കാര്യമാണ്. സഹോദര, നിങ്ങൾ ഇന്നാട്ടുകാരായിരിക്കും. നിങ്ങൾ ഈ പ്രദേശത്തിന്റെ ബാക്ക് ഭാഗം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇന്നാട്ടുകാരായ ആളുകളോട് ചോദിക്കുകയാണ്, ഈ കാണുന്ന ഭൂമിയുടെ ബാക്ക് വശം, പുറകുവശം എത്ര ആള് കണ്ടിട്ടുണ്ട്? ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? ആ ബിൽഡിങ്ങിന്റെ പുറകുവശം എത്ര ആള് കണ്ടിട്ടുണ്ട്?
കണ്ടിട്ടില്ല. ഈ ഞാനും നിങ്ങൾ താമസിക്കുന്ന ഈ ചെറിയൊരു ഗ്രാമം പോലും പൂർണ്ണമായി ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ല. ഇങ്ങനെ 1000 ഗ്രാമങ്ങൾ കൂടിയതാണ് നമ്മുടെ കൊച്ചു കേരളം. ഇങ്ങനെ കേരളത്തെ പോലെ കേരളത്തിനെ ഇരട്ടി ഡബിളിന്റെ ഡബിളും വലിപ്പമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടിയതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം. ഈ ഏഷ്യ ഭൂഖണ്ഡങ്ങൾ ഒരുപാട് ചേർന്നതാണ് സുബ്ഹാനല്ലാഹ് ഈ മഹാഭൂമി എന്ന് പറയുന്ന ഭൂമിയിലെ വൻ കര. അതോ അതിൽ 4-ൽ 3 വെള്ളമാണ്, ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ. അങ്ങനെയുള്ള ഈ ഭൂമിയെ അല്ലാഹു പടച്ചില്ലയോ? ഇതിന്റെ വ്യാസം എത്രയാണ്? ഇതിന്റെ ഭാരം എത്രയാണ്? ഇതിന്റെ ആഴവും പരപ്പും എത്രയാണ്? അങ്ങനെ സംവിധാനിച്ചു വെച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, മനുഷ്യ, നരകത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ സൂചിപ്പല്ല്, നിന്റെ ചെറിയ പല്ലിനെ നമ്മൾ ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ വലിയ ഭീമാകാരനായ ഒരു മനുഷ്യനായിട്ടാണ് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുക. ആ നരകത്തിൽ കിടന്നിട്ട് മനുഷ്യൻ സുബ്ഹാനല്ലാഹ് അവനിങ്ങനെ കത്തി 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 തീരാനാകുകയാണ്. അവൻ വിചാരിച്ചു, എന്തായാലും ഞാൻ നരകത്തിൽ വീണു കത്തുകയാണ്, ഇനി കുറച്ചുകൂടി കത്തിയാൽ ഞാനങ്ങ് കത്തിച്ചാരമായി ചാമ്പലായി പോകും. അങ്ങനെ നിലച്ചിരിക്കുമ്പോൾ അവൻ കത്താൻ തുടങ്ങിയ പൂർവസ്ഥിതി ഏതാണോ ആ സ്ഥിതിയിലേക്ക് അല്ലാഹു അവനെ അങ്ങ് മറിക്കുന്നതാണ്. അവൻ വീണ്ടും ഭീകരമായ രൂപത്തിലേക്ക് വഴിമാറുകയാണ്, വീണ്ടും കത്തുകയാണ്. അവൻ അവിടെ കിടന്ന് നിലവിളിക്കും, പടച്ചവനെ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ, ദാഹിക്കുന്നേ ദാഹിക്കുന്നേ എന്ന് നിലവിളിക്കുമ്പോൾ അവനൊരു തരം പ്രത്യേക പാനീയം അള്ളാഹുവിന്റെ മലക്കുകൾ കുടിക്കാൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാത്രം അവനിങ്ങനെ മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. നരകവാസിയായ മനുഷ്യൻ എനിക്ക് ദാഹിക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ എന്നിങ്ങനെ അത്യുച്ചത്തിൽ അവൻ വാവിട്ട് നിലവിളിച്ച് ആർത്തട്ടഹസിച്ച് കരയുന്ന നേരത്ത് അവന് കുടിക്കാൻ ഒരു പാനീയം കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ പാത്രം അവനതാ അവന്റെ വായിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ചുട്ടുപഴുത്ത പാത്രമാണ്, പാത്രത്തിനകത്ത് കുടിക്കാൻ കൊടുത്ത പാനീയം ചുട്ടുപഴുത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരകവാസികളുടെ ചലമാണ്, നരകവാസികളുടെ ചീഞ്ചലമാണ്. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് അതാ കൊഴിഞ്ഞു വരുന്ന ചലവും ചീഞ്ചലവും കലർന്ന ആ പാനീയം, അവൻ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാനീയം അവന് കുടിക്കാൻ കൊടുക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാനീയം അവന്റെ വായിലേക്ക് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാലോ അവന്റെ കുടല് മുഴുവനും കരിയുന്നതാണ്, പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. ചൂടേറ്റു കുടലെല്ലാം ഉടൻ കരിയുന്നതാ, പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. അവനാ പാനീയം കുടിക്കാതിരിക്കില്ല.
കാരണം അവന്റെ മുഖത്ത് ഇങ്ങനെ ചൂടേറ്റിട്ട് അവന്റെ മുഖത്ത് നിന്ന് മാംസം ഉരുകി വീഴുകയാണ്. തിളച്ചു മറിയുന്ന ആ പാനീയം ദാഹാർത്തനായ നരകവാസിയായ മനുഷ്യൻ ആ ചൂടേറിയ പാനീയം എടുത്ത് വായിലേക്ക് ഒഴിക്കുകയാണ്. അവൻ അത്രമേൽ ദാഹമാണ്. ആ പാനീയം അവന്റെ ശരീരത്തിലേക്ക് അങ്ങ് കടയുമ്പോൾ അവന്റെ കുടല് മുഴുവനും ഞുറുങ്ങുകയാണ്. അവന്റെ പിന്ദ്വാരത്തിൽ കൂടി അവൻ കുടിച്ച പാനീയം പുറത്തേക്ക് ഒഴുകുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ വേദനാജനകമായ ഒരവസ്ഥയാണ് സഹോദരങ്ങളെ. എനിക്കത് സഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? കള്ളു കുടിക്കുന്നവർ കള്ളു കുടിച്ചു കൊള്ളട്ടെ, പലിശ മേടിക്കുന്നവർ പലിശ മേടിച്ചു കൊള്ളട്ടെ, തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ തോന്നിവാസങ്ങളിൽ ഏർപ്പെടട്ടെ. അവരെ കാത്തിരിക്കുന്നത് നരകമാണ്. നരകത്തിന്റെ ഭീകരതയിലേക്ക് അവർക്ക് നടന്നു പോകാൻ തന്റെ ഇടമുണ്ടെങ്കിൽ, നരകത്തിന്റെ ഭീകരതയിലേക്ക് അവർക്ക് നടന്നു പോകാൻ അവർക്ക് വലിയ മനസ്സുണ്ടെങ്കിൽ അവർ സുബ്ഹാനല്ലാഹ് അവർ പോയിക്കൊള്ളട്ടെ. ആ നരകത്തിലേക്ക് പോകാൻ ഉറച്ച് കള്ളു കുടിച്ചു, പെണ്ണു പിടിച്ചു, ചൂത് കളിച്ച്, പലിശയിടപാട് നടത്തി എല്ലാ തോന്നിവാസങ്ങളും ചെയ്തവർ ജീവിച്ചു കൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്. നമുക്കത് താങ്ങാൻ പറ്റൂല. അന്നേരത്ത് സ്വർഗവാസികളോ അവരുടെ അവസ്ഥ കെങ്കേമമാണ്. അവര് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവരുടെ ഇണകളോടൊന്നിച്ച് സ്വർഗീയമായ ബലവൃക്ഷങ്ങളുടെ തണലിൽ അവരുടെ ഇണകളോടൊന്നിച്ച് സ്വർഗീയ കട്ടിലുകളിൽ അവരുല്ലസിക്കുകയാണ്. സ്വർഗീയ കട്ടിലുകളിൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണോ, മാമ്പഴം വേണോ, റുമ്മാൻ വേണോ, മുന്തിരി വേണോ, ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, എല്ലാം അവിടെ പോരാ. ഹൂറികളായ പെങ്ങന്മാര്, ഹൂറികളായ സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്, ഹൂറികളായ പെണ്ണുങ്ങളുണ്ട്. താരാട്ടുവാൻ രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുള്ളതാ. ഹൂറുൽ ഹിസാനടുത്തെപ്പോഴും ഇരിക്കുന്നതാ. ഹൂറുൽ ഹിസാനടുത്തെപ്പോഴും ഇരിക്കുന്നതാ. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുള്ളതാ. അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ട്. അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ട്. അത്രമേൽ സൗന്ദര്യവതികളായ ഹൂറികളായ പെണ്ണുങ്ങളുടെ താരാട്ടുകേറ്റ് നിസ്കരിച്ച് കൃത്യമായി നിസ്കരിച്ചവൻ, കള്ളു കുടിക്കാത്തവൻ, പലിശ മേടിക്കാത്തവൻ, വ്യഭിചരിക്കാത്തവൻ, അള്ളാനെ പേടിച്ച് ജീവിച്ചവൻ, അവന് സകാത്ത് കൃത്യമായി കൊടുത്തവൻ, ഒരൊറ്റ ആലിമിനെയും തെറി പറയാതെ ജീവിച്ചവൻ, ഒരൊറ്റ തങ്ങളെയും അനാദരിക്കാതെ ജീവിച്ചവൻ, അവന് അല്ലാഹു നാളെ മനോഹരമായ പെങ്ങളെ, പൊന്നു പെങ്ങളെ, ഔറത്തു മറച്ച് ജീവിച്ചവളാണോ നീ? 5 നേരം കൃത്യമായി നിസ്കരിച്ചവളാണോ? നിന്റെ ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ചവളാണോ? എന്നാൽ നിന്നെയും സ്വർഗം കാത്തിരിക്കുകയാണ്, നിന്നെയും സ്വർഗം കാത്തിരിക്കുകയാണ്. ആ മനോഹരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ആ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് സ്വർഗവാസിയായ ഒരു ഭാര്യയായി നിങ്ങളുടെ ഭർത്താവിനോട് ഒന്നിച്ച് സ്വർഗത്തിൽ കഴിയാം.
അന്നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ പദവി എത്രയാ? ഹൂറികളായ പെണ്ണുങ്ങൾ പോലും അസൂയപ്പെട്ടു പോകും. ഹൂറികളായ പെണ്ണുങ്ങൾ പോലും നിങ്ങളെ കണ്ടിട്ട് അസൂയപ്പെട്ടു പോകും. അത്രമേൽ വലിയ സൗന്ദര്യമുള്ളവരായിരിക്കും നിങ്ങൾ, അത്രമേൽ നല്ല പരിമളമുള്ളവരായിരിക്കും നിങ്ങൾ, അത്രമേൽ വലിയ മഹത്വമുള്ളവരായിരിക്കും നിങ്ങൾ. അന്നേരത്തെ ബീവി മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ, മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ അടക്കമുള്ള മഹദികളായ പെണ്ണുങ്ങൾ, അവര് ഹൂറികളായ പെണ്ണുങ്ങൾ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവര് പറയുകയാണ്, ഹൂറികളെ, നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ പടച്ചവരാ, നിങ്ങളെ സൗന്ദര്യധാമങ്ങളായി നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ തന്നെ പടച്ചവരാ. നിങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് മേലെയാ ഞങ്ങളുള്ളത്. 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് മേലെയാ ഞങ്ങളുള്ളത്. ഞങ്ങൾ സ്വർഗത്തിലെ സ്ത്രീകളാ. കാരണം ഞങ്ങൾ ദുനിയാവിൽ വ്യഭിചരിക്കാത്തവരാ, കള്ളുകുടിക്കാത്തവരാ, ഞങ്ങളുടെ ഭർത്താവിന്റെ അസംതൃപ്തി സമ്പാദിക്കാത്തവരാ, അന്യപുരുഷനോടൊത്ത് ഞങ്ങള് രതിസല്ലാപം നടത്താത്തവരാ, ഞങ്ങള് തോന്നിവാസങ്ങളിൽ ഏർപ്പെടാത്തവരാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ആണ് ഞങ്ങൾ സ്വർഗത്തിലെത്തിയത്. അതുകൊണ്ട് സ്വർഗത്തിലെ ഹൂറികളെ, നിങ്ങളെക്കാൾ ഞങ്ങൾ 1, 2, 3 സ്റ്റെപ്പ് മേലെയാ എന്ന് സ്വർഗീയ റാണിമാരായ പെൺകൊടിമാരോട് സ്വർഗത്തിലെ രാജകുമാരിമാരായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അടക്കമുള്ള, ബീവി ആസിയ റളിയല്ലാഹു അൻഹാ അടക്കമുള്ള, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അടക്കമുള്ള മഹദികൾ, മറിയം ബീവി റളിയല്ലാഹു അൻഹാ അടക്കമുള്ള മഹദികൾ, ആ സ്ത്രീകളോട് സംവദിക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ സ്വർഗം നിങ്ങൾക്ക് വേണോ? അതല്ല കത്തിക്കാളുന്ന ഭീകരമായ നരകം നിങ്ങൾക്ക് വേണോ? ഞാൻ തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. തിന്മയുടെ വഴി ഏതാണെന്ന് കാണിച്ചു തന്നു, നന്മയുടെ വഴി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നാം സെലക്ട് ചെയ്യുക. നന്മയുടെ വഴിയെ നമ്മൾ സഞ്ചരിക്കുക, തിന്മയുടെ വഴിയോട് ഞാനും നിങ്ങളും വിട പറയുക. അല്ലാഹു നമുക്കതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ധാരാളം തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ജീവിതം വളരെ ചെറിയ ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ട ജനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ സ്വതക്ക കൊടുത്തേക്കാം, ഞാൻ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോളാം എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയം അത് എപ്പോഴാന്ന് നമുക്ക് പറയാനേ അറിയില്ല. സുബ്ഹാനല്ലാഹ്, എപ്പോഴും മരിക്കും. ഖുറാത്തങ്ങൾ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറാ സാദാത്തുക്കൾ അവിടുന്ന് ഒരു സംഭവം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു മനുഷ്യൻ രോഗിയായി കിടന്ന മനുഷ്യന്റെ അടുത്തേക്ക് അന്നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹം കാണാൻ വേണ്ടി വന്നപ്പോൾ ഉസ്താദിനോട് ആ രോഗിയായ മനുഷ്യൻ പറഞ്ഞു, ഏതായാലും ഉസ്താദെ, ഞാൻ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്റെ ജനാസ കുളിപ്പിക്കാൻ വരേണ്ടത് നിങ്ങളാണ്. അങ്ങനെ വസിയത്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. മകൻ വളരെ ബന്ധപ്പെട്ട് തന്ത്രപ്പാടിൽ ഉസ്താദിനെ വിളിച്ചു വരുത്തി. ഉസ്താദ് വളരെ ദൂരം യാത്ര ചെയ്ത് ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ജനാസ കുളിപ്പിക്കാനെത്തി. വസിയത്ത് പോലെ അദ്ദേഹം അത് നിർവഹിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ജനാസയെടുത്ത് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്. ജനങ്ങൾ നടക്കുന്ന കൂട്ടത്തിലാ ജനാസ കുളിപ്പിച്ച ഉസ്താദും ആ ജനാസയോടൊപ്പം അനുഗമിച്ചു പോകുകയാണ്. സഹോദരങ്ങളെ ഖുറാ സാദാത്തുക്കൾ പറയുകയാണ്, ആ മനുഷ്യനതാ ആ ജനാസ കൊണ്ടുപോകുന്ന വഴിമധ്യേ ഹൃദയം പൊട്ടി മരണപ്പെട്ടു പോകുകയാണ്. ആരാ?
ആ ജനാസ ആരാണോ കുളിപ്പിച്ചത് ആ മനുഷ്യൻ ആലോചിച്ചിട്ടില്ല, റബ്ബേ ഇന്ന് ഞാൻ മരണപ്പെടുന്ന ദിവസമാണെന്ന് ആ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ആ ജനാസയെ കുളിപ്പിച്ചപ്പോൾ ആലോചിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോകുന്നു. മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളുകളുടെ പ്രിയപ്പെട്ട പൊന്നോമന മകൻ സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ ഖുറാൻ സാദാത്തുക്കൾ അവിടുത്തെ വഅദിന്റെ മജ്ലിസുൽ ദുആയുടെ സദസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് എപ്പോൾ എന്ത് സംഭവിക്കാം, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിന്റെ അടുത്തേക്ക് വരണം. നമുക്ക് ഈ മജ്ലിസ് ഇവിടെ പര്യവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരണം. അള്ളാഹു നമ്മൾ പറഞ്ഞത് കേട്ടത് ഒക്കെ കബൂലാക്കുമാറാകട്ടെ. ഇനിയും സുദീർഘമായി സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് സമയമായി ഇവിടെ ഈ പരിപാടി സ്റ്റാർട്ടായിട്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് പോവാ. നല്ല പ്രായമുള്ള ഉപ്പമാരുണ്ട്, അവരെഴുന്നേറ്റ് വരണ്ട, അവരവിടെ തന്നെ ഇരുന്നാൽ മതി. നല്ല ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഈ മജ്ലിസിൽ അടുത്തേക്ക് വരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ.